ഹായ് ഫ്രണ്ട്സ്, ഞാൻ മഞ്ജുജോസ് ഫിസിയോതെറാപ്പിസ്റ്റ്. ഷോൾഡറിന്റെയും നെക്കിന്റെയും ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, പ്രത്യേകിച്ചും എൻറേജ് മൂവ്മെന്റ്, വേദനയും ഡിസ്കംഫർട്ടും ഇല്ലാതെ ചെയ്യുന്നതിന് നമുക്ക് തൊറാസിക് വെർട്ടിബ്രയുടെ പ്രോപ്പർ മൊബിലിറ്റിയും മൂവ്മെന്റും അത്യാവശ്യമാണ്. നമ്മുടെ നോർമൽ പോസ്റ്റർ എന്ന് പറയുന്നത് ചെവി ഷോൾഡറിന് മുകളിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ നിന്ന് ചെവിയുടെ മധ്യത്തിലേക്ക് 9 to 11 സെന്റിമീറ്റർ അകലത്തിൽ എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ഫോൾട്ടി പോസ്റ്റർ പൊസിഷനിൽ അധിക സമയം ചെലവിടുമ്പോൾ ലിഗമെന്റ്സിൽ നിന്നും മസിൽസിൽ നിന്നും ജോയിന്റ്സിൽ നിന്നും തെറ്റായ പോസ്റ്റർ സെൻസ് സിഗ്നൽസ് ബ്രെയിനിലേക്കും അതുപോലെ തിരിച്ചും പാസ് ചെയ്യപ്പെടുന്നു. ഇത് ബ്രെയിനിൽ പോസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്ന തെറ്റായ ഒരു പുതിയ ഏരിയ രൂപപ്പെടുന്നതിന് കാരണമാകും. പിന്നീട് നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ബ്രെയിനിലെ പോസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്ന തെറ്റായ ഏരിയയിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ലിഗമെന്റ്സിലും മസിൽസിലും ജോയിന്റ്സിലും മാറ്റങ്ങൾ വരുത്തി ക്രമേണ നാം അറിയാതെ കഴുത്തിലെ നോർമൽ കർവേച്ചർ സ്ട്രേറ്റനായി ഫോർവേഡ് നെക്ക് പോസ്റ്ററിനും നെക്ക് ഷോൾഡർ അലൈൻമെന്റ് മാറി റൗണ്ടഡ് ഷോൾഡേഴ്സിനും തൊറാസിക് ഏരിയയിൽ കൈഫോസിസ് വരുന്നതിനും കാരണമാകും. ബോൾ ചെയ്യാനും ബാഡ്മിന്റൺ, ഷട്ടിൽ, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നിവ സുഗമമായി ചെയ്യുന്നതിന് ഷോൾഡറിന് സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും അത്യാവശ്യമാണ്. ഇതിനെ സഹായിക്കുന്നത് റൊട്ടേറ്റർ കഫ് മസിലുകളാണ്. റൊട്ടേറ്റർ കഫ് മസിലുകളിൽ ഒന്നായ സുപ്രാസ്പൈനറ്റസ് സ്കാപ്പുലയിൽ നിന്ന് ഒറിജിനായി അപ്പർ ആമിലാണ് ഇൻസർട്ട് ചെയ്തിരിക്കുന്നത്. ബൗളിംഗ്, ബാഡ്മിന്റൺ, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നീ ഓവർഹെഡ് ആക്ടിവിറ്റീസ് വേദനയും ഡിസ്കംഫർട്ടും ഇല്ലാതെ ചെയ്യുന്നതിന് സുപ്രാസ്പൈനറ്റസ് മസിലിന്റെ പ്രോപ്പർ മൂവ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഫോൾട്ടി പോസ്റ്റർ പൊസിഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന കൈഫോസിസ്, ഫോർവേഡ് നെക്ക് പോസ്റ്റർ, റൗണ്ടഡ് ഷോൾഡർ എന്നിവ സുപ്രാസ്പൈനറ്റസ് മസിൽ ഇംപീച്ച്മെന്റ് ആകാനും അതുവഴി പാർഷ്യൽ ഫുൾ തിക്നെസ് ടിയറിനും റൊട്ടേറ്റർ കഫ് ടെൻഡിനോപ്പതിക്കും കാരണമാകും. ഇത് പിന്നീട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും ഉറക്കത്തെയും ബാധിക്കും.